ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി മദീനയിലെ ഇമാം എന്ന പേരിൽ പ്രസിദ്ധനായ വലിയ ലോക പ്രശസ്ത ആലിമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു സംഭവം അവിടെ നടന്നു. ഒരാള് മദ്യപിച്ചിട്ട് ലക്കുകെട്ട മദ്യപാനി സൂര്യനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചാടുകയാണ്. ഈ മദ്യമകത്തി നിന്ന് കഴിഞ്ഞാൽ പലരും പല രീതിയിലാണ്. കുടിച്ച ബ്രാൻഡിനനുസരിച്ചുള്ള സ്വഭാവം കാണിക്കും. ചിലർ ചിരിക്കും, ചിലർ കരയും, ചിലർ പോസ്റ്റിൽ ഇലക്ട്രിക് പോസ്റ്റിനെക്കിട്ട് തൊഴിക്കും, ചിലർ ഓടേ കിടക്കും. അങ്ങനെ പല കോലമാണ് മദ്യമകത്തി നീങ്ങാൻ. ഇയാള് മദ്യപിച്ചിട്ട് ചാടുകയാണ്, സൂര്യനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചാടുകയാണ്. ഇത് കണ്ടു നിന്ന് ഒരാള് പറഞ്ഞു പോയി, ഈ മദ്യത്തേക്കാൾ മോശമായ ഒന്നും ലോകത്തില്ലെങ്കിൽ എന്റെ ഭാര്യ തലാക്ക് ചെല്ലപ്പെട്ടവളാണ്. കണ്ടു നിന്നൊരാൾ അത്ഭുതം കൂറി പറഞ്ഞു, മദ്യമാണ് ലോകത്തെ ഏറ്റവും മോശമായ സാധനമെങ്കിൽ എന്റെ ഭാര്യ തലാക്ക് ചെല്ലപ്പെട്ടവളാണ് എന്ന് പറഞ്ഞു. തലാഖിന്റെ കാര്യം പിന്നീട് സംസാരിക്കുന്നുണ്ട്. തലാഖിനെ ഏതെങ്കിലും ഒരു കാര്യത്തോട് ബന്ധപ്പെടുത്തിയാൽ ആ കാര്യമുണ്ടായാൽ തലാഖ് സംഭവിക്കും. തലാഖ് ഒരു കുട്ടിക്കളിയല്ല. ഈ മദ്യത്തേക്കാൾ മോശമായ ഒന്നും ഇനി ലോകത്ത് വേറെ ഇല്ലെങ്കിൽ ഇയാളുടെ ഭാര്യ സ്വാഭാവികമായും തലാഖില്ല. ഇയാളത് പറഞ്ഞു. ഇയാളെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയെ സമീപിച്ച് കാര്യം പറഞ്ഞു, എന്താണ് എന്റെ ഭീതി, ഇനി എന്റെ ഭാര്യ തലാഖ് ചെല്ലപ്പെട്ടവളാകുമോ? അപ്പൊ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇല്ല, നിന്റെ ഭാര്യയുടെ തലാഖ് സംഭവിക്കില്ല. കാരണം മദ്യമല്ല ലോകത്തെ ഏറ്റവും മോശമായത്, മദ്യത്തേക്കാൾ മോശമായത് പലിശയാണ്. അതുകൊണ്ട് നിനക്ക് സമാധാനിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചു വിടുന്നു. നമ്മുടെ ഇടയിൽ മദ്യപാനികൾ മോശക്കാരാണ്, പക്ഷെ പലിശക്കാര് മാന്യന്മാരുമാണ്. പലിശക്കൊരു മാന്യതയുടെ സ്വഭാവം സമുദായത്തിൽ അടുത്ത നാളുകളിലായി നമ്മൾ കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ പലിശയെ സംബന്ധിച്ച് പലപ്പോഴും മതപ്രസംഗങ്ങളിൽ പോലും പരാമർശിക്കാറില്ല കാര്യമായി. കാരണം പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും പലപ്പോഴും നാട്ടിലെ ഏറ്റവും വലിയ പലിശക്കാരായിരിക്കും. അവർ ഇമാമിന്റെ വായ കെട്ടും. ഇമാമിന് പലിശയെ കുറിച്ച് പറയാൻ കഴിയില്ല. ഏറ്റവും പണക്കാരൻ പള്ളി പ്രസിഡന്റ് ആകണമെന്നതാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അവിടെ ഒരു പള്ളി പ്രസിഡന്റിന്റെ യോഗ്യതകളൊന്നും സാധാരണ രീതിയിൽ ഇന്നത്തെ കാലത്ത് പരിഗണിക്കപ്പെടാറില്ല. ഏതായിരുന്നാലും പലിശ വലിയൊരു അപകടമല്ല എന്ന് സമുദായത്തിന് തോന്നി തുടങ്ങിയിടത്ത് നിന്നാണ് സമുദായത്തിന്റെ അധപ്പതനം ആരംഭിച്ചത്. പലിശ സാർവത്രികമായി സമൂഹത്തിൽ, സമുദായത്തിൽ ഒക്കെ ഇങ്ങനെ പടർന്നു പിടിക്കുകയും, പലിശ എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായ പലിശ ബ്ലേഡ് മാത്രമാണ് എന്നൊരു ചിന്തയിലേക്ക് നമ്മളൊക്കെ എത്തിപ്പെടുകയും ചെയ്യും. ബാങ്കിലെ പലിശ അതൊന്നും കുഴപ്പമില്ല, ബ്ലേഡാണ് പലിശ, അതിനപ്പുറത്തൊന്നും പ്രശ്നമില്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നിടത്ത് കാര്യങ്ങളെത്തി. സത്യത്തിൽ അതീവ ഗൗരവതരമായ ഒരു വിഷയത്തിലാണ് നമ്മൾ കുറ്റകരമായ അനാസ്ഥ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പലിശയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര് തന്നെ ഇൻട്രസ്റ്റ് എന്നാണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ രസമാണ്. പലിശ അങ്ങനെയാണ്, അതിലേക്കങ്ങ് ചെന്ന് വീണാൽ അതിലൊരു രസം ഉണ്ടാകും. പിന്നെ രസത്തിൽ ഇങ്ങനെ മുഴുകി കൂടുതൽ കൂടുതൽ പലിശകളിലേക്ക്, കൂട്ടുപലിശകളിലേക്ക് ഇങ്ങനെ മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പലിശയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ. പലിശ ഒരു ചെറിയ കാര്യമല്ല. വ്യഭിചാരത്തെക്കാൾ വലുതാണ് പലിശ, മദ്യപാനത്തെക്കാൾ വലുതാണ് പലിശ. 7 വൻപാപങ്ങളുണ്ട്. നിങ്ങളെ നശിപ്പിച്ച് കളയുന്ന 7 വൻപാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 7 വൻപാപം, ഏറ്റവും വലുത് അതാണ്. ഏതൊക്കെയാണ് വൻപാപങ്ങൾ? അശ്റകു ബില്ലാഹ്, ഒന്ന് പടച്ചോനെ ശിർക്ക് ചെയ്യലാണ് വൻപാപം. ഒന്നാമത്തെ വൻപാപം അതാണ്. സിഹ്റ് ചെയ്യുക, കൂടോത്രം ചെയ്യുക.
അതൊരു വൻപാപമാണ്. ഖത്ലുൻ നഫ്സ്, നിരപരാധിയായ മനുഷ്യനെ കൊല്ലുക, അത് വൻപാപമാണ്. നാലാമത്തെ വൻപാപം അരിബ, പലിശയാണ്. അഞ്ചാമത്തെ വൻപാപം എന്ന് പറയുന്നത് യതീമിന്റെ ധനം ഭക്ഷിക്കലാണ്. യതീമിന്റെ ധനം ഭക്ഷിക്കുക, അത് വൻപാപങ്ങളിലാണ് എണ്ണിയിരിക്കുന്നത്. അതുപോലെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക വൻപാപമാണ്. ഈ വൻപാപങ്ങളിലൊന്നും വ്യഭിചാരം പെട്ടിട്ടില്ല, ആ വൻപാപങ്ങളിൽ പലിശ പെട്ടിട്ടുണ്ട്. പലിശ ഏറ്റവും കൊടിയ പാപങ്ങളിൽ ഒന്നാണ് എന്നുള്ളൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടായിരിക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുന്നതാണ് ഞങ്ങളോട് ഇതിനെ കുറിച്ച് പറയണം, ഞങ്ങളൊന്നും പലിശക്കാരല്ല എന്ന്. ഇൻഷാ അല്ലാഹ് പലിശയുടെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മളിൽ അധികം ആളുകളും അറിഞ്ഞോ അറിയാതെയോ പലിശയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാകും. എന്താണ് പലിശ എന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മളാരും പലിശയിൽ പെട്ടിട്ടില്ല നമുക്ക് തോന്നാത്തത്. പലിശ എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മളൊക്കെ നേരത്തെ പലിശയിൽ പെട്ടുപോയി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ ജാഹിലിയത്തിനെയും തുടച്ചു മാറ്റി. അക്കൂട്ടത്തിൽ ഒന്നായിരുന്നു പലിശ. ജാഹിലിയത്തിൽ പലിശ സാർവത്രികമായിരുന്നു, പലിശ ഒരു പ്രശ്നമായിരുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശ നിരോധിച്ചുകൊണ്ട് പറഞ്ഞു, പലിശ എന്നേക്കുമായി ഞാൻ നിരോധിക്കുകയാണ്, പലിശ ഇടപാടുകൾ അവസാനിപ്പിക്കുകയാണ്, എല്ലാം തീർക്കണം. എന്റെ പിതൃവ്യൻ അബ്ബാസിന്റെ പലിശയാണ് ഞാൻ ആദ്യമായി ഒഴിവാക്കി കൊടുക്കുന്നത്. അബ്ബാസിന്റെ പലിശ ഞാൻ ഒഴിവാക്കി കൊടുക്കുകയാണ്. അബ്ബാസിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസുമായുള്ള പലിശ ഇടപാടുകളെ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് ജാഹിലിയത്തിലെ പലിശ സമ്പ്രദായത്തിന് തിരുനബി അറുതി വരുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ, നിങ്ങൾക്ക് തന്നെ ഒരു പരിഭാഷയുടെ സഹായത്തോടെ ഖുർആൻ പരിശോധിച്ചാൽ പലിശയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന മുന്നറിയിപ്പുകൾ ഒരാവർത്തി ഒന്ന് വായിച്ചു നോക്കിയാൽ ഈമാനിന്റെ ഒരംശമെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ജീവിതത്തിൽ പിന്നെ പലിശയായിട്ട് ബന്ധപ്പെട്ടു. ഞാനിത് ഉറപ്പിച്ചു പറയുന്നു. നിങ്ങൾ ആ ഖുർആൻ എടുത്തിട്ട് എന്റെ പരിഭാഷ എടുത്ത് പലിശയെ സംബന്ധിച്ചുള്ള ഖുർആന്റെ മുന്നറിയിപ്പുകൾ ഒരാവർത്തി വായിച്ചാൽ ജീവിതത്തിൽ പലിശയായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല, ഈമാൻ ഉണ്ടെങ്കിൽ. അത്രമാത്രം ശക്തമായ താക്കീതുകളാണ് പലിശയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ലാ തഅകുലു റിബാ, നിങ്ങൾ പലിശ ഭക്ഷിക്കരുത്, അദ്ആഫൻ മുളാഅഫ, ഇരട്ടി ഇരട്ടികളായി നിങ്ങൾ ഇങ്ങനെ പലിശ തിന്നരുത്. തഖുല്ലാഹ്, നിങ്ങൾ പടച്ചോനെ സൂക്ഷിക്കണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾ വിജയിച്ചേക്കാം. അപ്പൊ പലിശ ഒഴിവാക്കി അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞേക്കാം. മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞു, الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. الذين يأكلون الربا, പലിശ ഭക്ഷിക്കുന്ന ആളുകൾ, ലാ യഖൂമൂന, അവർ അവരുടെ ഖബറുകളിൽ നിന്ന് മഹ്ശറിലേക്ക് എഴുന്നേറ്റ് വരികയില്ല, ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പിശാചിന്റെ ബാധയേറ്റവൻ എഴുന്നേറ്റ് വരും പോലെയല്ല. പിശാച് ബാധയേറ്റവൻ എഴുന്നേറ്റ് വരും പോലെയല്ലാതെ. അവൻ എങ്ങനെ എഴുന്നേറ്റ് വരിക? അവൻ എഴുന്നേൽക്കും വീഴും, എഴുന്നേൽക്കും വീഴും. നേർക്ക് നേരെ മഹ്ശറിലേക്ക് അവന് നടക്കാൻ കഴിയില്ല. അവൻ നടക്കാൻ കഴിയാത്ത രീതിയിൽ അവനെ പലിശ അവനെ ബാധിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അതിന് കാരണം ബിഅന്നഹും ഖാലൂ, ഈ പലിശക്കാര് പറഞ്ഞു ഇന്നമൽ ബൈഉ മിസ്ലു റിബാ, കച്ചവടവും പലിശ പോലെയല്ലേ എന്നവർ പറഞ്ഞു. പലിശ അനുവദനീയമാക്കാൻ പലിശക്കാര് കണ്ടെത്തിയ ഒരു ന്യായമാണെന്ന് പറയുന്നത് കച്ചവടവും പലിശ പോലെയല്ലേ. എന്താ വ്യത്യാസം? 10 രൂപയ്ക്ക് മേടിച്ച സാധനം 12 രൂപയ്ക്ക് വിൽക്കുന്നു. രാവിലെ 10 രൂപ കൊടുത്തിട്ട് വൈകുന്നേരം 12 രൂപ മേടിക്കുന്നു. രണ്ടിടത്തും 2 രൂപ ലാഭമുണ്ട്. എന്താണ് കച്ചവടവും പലിശ തമ്മിൽ വ്യത്യാസം? ജൂതന്മാര് ചോദിച്ച ചോദ്യമാണ്, 2 ഗുരു പോലെയല്ലേ. ഈ ചോദിച്ചത് കാരണത്താലാണ് ഇവർക്ക് ശിക്ഷ. അല്ലാഹു പറഞ്ഞു, വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ, അല്ല, 2 ഒരുപോലെയല്ല. കച്ചവടം അല്ലാഹു അനുവദിച്ചതാണ്, പലിശ അല്ലാഹു ഹറാമാക്കിയതാണ്. കച്ചവടം അല്ലാഹു അനുവദിച്ചതാണ്, പലിശ അല്ലാഹു നിഷിദ്ധമാക്കിയതുമാണ്. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഫമൻ ജാഅഹു മൗഇദത്തുൻ, പലിശ നിഷിദ്ധമാണെന്ന ഉപദേശം ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഫന്തഹ,
എന്നിട്ട് ആ പലിശയിൽ നിന്ന് അവസാനിപ്പിച്ചു നിർത്തി. പലിശ നിഷിദ്ധമാണെന്ന വിവരം കിട്ടിയപ്പോൾ പലിശ ഇടപാട് അവസാനിപ്പിച്ചാൽ ഫലഹുമാ സലഫ, കഴിഞ്ഞു പോയതൊക്കെ അവനുണ്ട്, കഴിഞ്ഞു പോയതൊക്കെ പോയി. വഅംറുഹു ഇലല്ലാഹ്, അവന്റെ കാര്യം പടച്ചവനെ താൻ തീരുമാനിക്കട്ടെ, കഴിഞ്ഞ വിഷയം. ഇനി മേലാൽ പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല. ഒമൻ ആദ, പലിശ നിഷിദ്ധമാണെന്ന വിവരം കൃത്യമായി കിട്ടിയിട്ട് ഒമൻ ആദ, ഇനിയും പലിശയിലേക്കാണ് നിന്റെ തിരിച്ചുപോക്കെങ്കിൽ, ഇനിയും പലിശയിലേക്കാണ് നീ തിരിച്ചു പോകുന്നതെങ്കിൽ ഫഉലൈക അസ്ഹാബുൻ നാർ, ആ പലിശക്കാർ നരകവാസികളാണ് കേട്ടോ. പലിശ നിഷിദ്ധമാണെന്ന് അറിഞ്ഞിട്ടും പലിശ ഇടപാടുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഫഉലൈക അസ്ഹാബുൻ നാർ, അവർ നരകവാസികളാണ്. ഇത് ഖുർആനാണ്. നരകത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം. ഇനി നരകത്തിൽ പോയാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഹും ഫീഹാ ഖാലിദൂൻ, പലിശക്കാര് നരകത്തിൽ ശാശ്വതവുമാണ്. അവിടെ നിന്ന് കയറി വരാൻ പറ്റിയും കുഴപ്പമില്ല, കുറച്ചാൾ നരകത്തിൽ കിടക്കാൻ വിചാരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ, അവരാ പലിശക്കാര് നരകത്തിൽ ശാശ്വതവും. പലിശ നിഷിദ്ധമാണെന്ന് വിവരം കിട്ടിയാൽ പിന്നെ ഇടപാടുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല. ഇപ്പൊ എനിക്കറിയാം, എനിക്കെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങളിൽ ആരെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന ഏതെങ്കിലും പലിശയുമായി ബന്ധപ്പെടുന്നെങ്കിൽ നിങ്ങൾക്കും ഈ നിയമം ബാധകമാണ്. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. ഇനി ചെയ്യാൻ പാടില്ല. ഇപ്പൊ വിവരം കിട്ടാത്തവർക്ക് ഇപ്പൊ വിവരം കിട്ടിയിട്ട് ഞാൻ ഖുർആൻ ഓതിയാണ് നിങ്ങളോട് പറഞ്ഞത്, നേർക്ക് നേരുള്ളതിന്റെ അർത്ഥമാണ് പറഞ്ഞത്. ഉലൈക അസ്ഹാബുൻ നാർ, ഇനിയും പലിശയുമായി ബന്ധപ്പെടുന്നെങ്കിൽ അവർ നരകവാസികളാണ്. ഫീഹാ ഖാലിദൂൻ. ഇനി പലിശ കൊണ്ട് ഈ ദുനിയാവിൽ എന്തെങ്കിലും നേടാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? യംഹഖുല്ലാഹു റിബാ വയുർബിസ് സ്വദഖാത്ത്. യംഹഖുല്ലാഹു റിബാ, പലിശയെ അല്ലാഹു നശിപ്പിക്കും, പലിശയെ അല്ലാഹു നശിപ്പിക്കും. വയുർബിസ് സ്വദഖാത്ത്, സദഖകളെ അല്ലാഹു വളർത്തും. സദഖ കൊടുത്താൽ സദഖയെ അല്ലാഹു വളർത്തും, പലിശയെ അല്ലാഹു തളർത്തും, പലിശയെ അല്ലാഹു നശിപ്പിക്കും. പലിശ കൊണ്ട് ദുനിയാവിൽ ഒന്നും നേടാൻ കഴിയില്ല. കുറെ കാശ് കയ്യിലുണ്ടാകും, പക്ഷെ അതൊന്നും പ്രയോജനപ്പെടില്ല. ഈ പൈസയൊന്നും പലിശക്കാർക്ക് എവിടെയെങ്കിലും പൈസ പ്രയോജനപ്പെട്ടിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ടിരിക്കാം. ഒരു മുസ്ലിമായ മനുഷ്യൻ പലിശ ഇടപാട് നടത്തിയാൽ അവന്റെ ജീവിതത്തിൽ ഒരു പ്രയോജനപ്പെടില്ല. അത് അല്ലാഹു നശിപ്പിക്കും. അടുത്ത പ്രയോഗം അങ്ങനെയാണ്. പടച്ചോന് ഇഷ്ടമല്ല കുല്ല കഫാരിൻ, ഇത്തരം കാഫിര്യങ്ങളോട്, നന്ദി കെട്ടവന്മാരോട് പടച്ചോന് ഇഷ്ടമല്ല. പൈസ കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന, പൈസ കൊണ്ട് പലിശ വാങ്ങുന്ന നന്ദി കെട്ടവരെ പടച്ചോന് ഇഷ്ടമല്ല. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് കാര്യം? അപ്പുറത്തെടുത്ത് പറയണം. അസീമിൻ, ഈ കുറ്റവാളികളായ പലിശക്കാരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. വെറുതെ നിസ്കരിച്ചിട്ട് എന്ത് കാര്യം? വെറുതെ എന്തിനാ നോമ്പ് പിടിച്ച് പട്ടിണി കിടക്കണം? അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമില്ല. പലിശ ഇടപാട് നടത്തുന്നവരാണ് പടച്ചോന് ഇഷ്ടമില്ല. പിന്നെ എന്തിനു നോമ്പ്, എന്തിനു നിസ്കാരം? ഇതൊന്നും നമ്മളെ സ്വർഗത്തിൽ എത്തിക്കില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെ സ്വർഗത്തിൽ കിടത്തുള്ളൂ. രണ്ടാളുകളെ അള്ളാഹു വിചാരണ ചെയ്യുന്നൊരു വേള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരാൾക്ക് സ്വർഗം കൊടുക്കാൻ വേണ്ടി അയാളുടെ ഇബാദത്തുകൾ ഇങ്ങനെ വിചാരണ ചെയ്യുമ്പോൾ അയാൾക്ക് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോയിക്കളാൻ വേണ്ടി പറഞ്ഞു. മറ്റൊരാളെ കണ്ടു നിന്ന ആളെ പടച്ചോനോട് പറഞ്ഞു, അള്ളാഹുവേ, ഞാനും നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്ക് സ്വർഗം തരില്ലെന്ന് ചോദിച്ചു. അല്ലാഹു തആല പറഞ്ഞു, നീ എന്തിനാണ് എനിക്ക് ഇബാദത്ത് ചെയ്തത്? എന്തായിരുന്നു എന്റെ ലക്ഷ്യം? നിന്റെ തൃപ്തി കിട്ടണം, നീ എന്നെ ഇഷ്ടപ്പെടണം, അതിനാണ് ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്തത്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, എന്നെ ഇഷ്ടപ്പെടാനും ഞാൻ നിന്നെ ഇഷ്ടപ്പെടാനും എന്റെ തൃപ്തിക്കുമാണോ ഇബാദത്ത് ചെയ്തത്? എന്നാൽ നീ നരകത്തിലേക്ക് പോകണം പറഞ്ഞു. നരകത്തിലേക്ക് പോകും. ആ മനുഷ്യൻ നരകത്തിൽ ചെല്ലുമ്പോൾ ഫകാന ബർദൻ വസലാമ, നരകം അവന് വേണ്ടി തണുപ്പായി തീർന്നു, രക്ഷയായി തീർന്നു. അപ്പൊ സ്വർഗത്തിൽ ഒരാൾ പോകാൻ ആഗ്രഹിക്കുന്നത് സ്വർഗം അല്ലാഹു ഇഷ്ടമുള്ള ഇടമായതുകൊണ്ടാണ്. നരകം അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവന് നരകം പോലും അല്ലാഹു സന്തോഷമാക്കി കൊടുക്കും. അപ്പൊ പടച്ചോന്റെ ഇഷ്ടം പലിശക്കാരോട് ഇല്ലെങ്കിൽ ഇനി ആ പലിശക്കാരന്റെ മറ്റു ഇബാദത്തുകളെ കൊണ്ട് എന്ത് പുണ്യം നേടാനിരിക്കും? അവന്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. വദറൂ മാ ബഖിയ മിനർ റിബാ, ഇനി ബാക്കിയുള്ള പലിശ ഒഴിവാക്കണം. ഇത്രയും നേരം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, ചെയ്തത് ചെയ്തു. വദറൂ മാ ബഖിയ മിനർ റിബാ, പലിശയിൽ നിന്ന് ഇനി ബാക്കിയുള്ളത്, ഇനി കിട്ടാനുള്ള പലിശ നിങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്നത് വേണ്ടാന്ന് തീരുമാനിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ ഈ മുഅ്മിനീങ്ങളാണെങ്കിൽ, മുഅ്മിനീങ്ങളാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നെങ്കിൽ ഇനി നിങ്ങൾ പലിശ വാങ്ങരുത്, കിട്ടാനുള്ള പലിശ ഒഴിവാക്കി കൊടുക്കുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്.
ഇനിയാണ് ശ്രദ്ധിക്കുന്നത്. ഫഇല്ലം തഫ്അലു, പലിശക്കാരെ നിങ്ങൾ ഈ പലിശ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഫഅ്ദനൂ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളോട് യുദ്ധ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. എന്തൊരു വാക്കാണ്! നിങ്ങൾ ഖുർആൻ പരിശോധിക്കും, ഇങ്ങനെ ഒരു വാക്ക് ഖുർആനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അള്ളാഹുവും അവന്റെ റസൂലും യുദ്ധം പ്രഖ്യാപിച്ച ഒരേ ഒരു വിഭാഗം പലിശക്കാർ മാത്രമേ ഉള്ളൂ. ഖുർആനിൽ അങ്ങനെ ഒരു പ്രയോഗം വേറെയില്ല. അള്ളാഹു നമ്മളോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ മൂട്ടേനെ കൊല്ലാൻ ഒലയ്ക്കൊന്നും ആവശ്യമില്ല. അള്ളാഹ്ക്കിപ്പോ നമ്മളൊരു പലിശക്കാരനോട് യുദ്ധം ചെയ്യാൻ, ഒരാളെ നശിപ്പിക്കാൻ അള്ളാഹ് യുദ്ധം ചെയ്യാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ? മൂട്ടേനെ കൊല്ലം ഒലക്ക വേണ്ടെന്ന് പറയും പോലെ. പക്ഷെ പ്രയോഗം അള്ളാഹ് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലും പലിശക്കാരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ തുടർന്നോളി. അള്ളാഹുവിന്റെ റസൂലിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇനി പലിശയുമായി മുന്നോട്ട് പോകാം. അല്ല, അള്ളാഹുവിനോട് യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള കരങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ, അവന്റെ റസൂലിനെ തോൽപ്പിക്കാനുള്ള കൈകൾ നിങ്ങൾക്കില്ലെങ്കിൽ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അവരിൽപ്പെട്ട പലിശ ഇടപാടുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ലാ യദൈലനാ റസൂലെ, ഞങ്ങൾക്ക് കരങ്ങളില്ല, പടച്ചോനോട് യുദ്ധം ചെയ്യാനുള്ള കൈകൾക്ക് ശക്തിയില്ല, ഞങ്ങൾക്ക് അങ്ങയോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തിയില്ല. ഇന്തഹൈനായ റസൂലുള്ളാഹ്, ഞങ്ങൾ ആ പരിപാടി അവസാനിപ്പിച്ചു, ഞങ്ങൾ ഇനി മേലാൽ പലിശയ്ക്കില്ല. സഹാബാക്കൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പലിശ ഇടപാടുകൾ എന്നേക്കുമായി അവസാനിപ്പിച്ചു. അല്ലാഹു പറഞ്ഞു, വൈതുബുതു, പലിശ അവസാനിപ്പിച്ച് വൈതുബുതു, ചെയ്തതിൽ നിന്ന് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ ഫലക്കും റൂസു അംവാലിക്കും, മൂലധനം നിങ്ങൾക്ക് തിരികെ മേടിക്കാം. പലിശ മേടിക്കരുത്, മൂലധനം നിങ്ങൾക്ക് തിരികെ മേടിക്കാം. പലിശയ്ക്ക് കൊടുത്ത ആളിൽ നിന്ന് പലിശ വാങ്ങാൻ പാടില്ല. ലാ തദലിമൂന വലാ തുദലമൂൻ, നിങ്ങൾ ആരോടും അക്രമം കാണിക്കാൻ പാടില്ല, നിങ്ങളോട് ഒരാളും അക്രമം കാണിക്കുകയുമില്ല. നിങ്ങളുടെ മൂലധനം നഷ്ടപ്പെടുത്തണ്ട, അത് മേടിച്ചോളി. നിങ്ങൾ പലിശ മേടിച്ച് മറ്റൊരാളെ ആക്രമിക്കാനും പാടില്ല. അല്ലാഹു ആവശ്യമോടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത്ര ശക്തമായിട്ട് ഞാൻ ഈ ഖുർആൻ പഠിച്ചിട്ട് പലിശയെ കുറിച്ച് പറഞ്ഞത്ര ശക്തമായൊരു പ്രയോഗവും ഒരു രീതിയും പടച്ചോന്റെ ഖുർആനിൽ ഞാൻ വേറൊരു വിഷയത്തിൽ കണ്ടിട്ടില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കിയ ഒരാൾക്ക് എങ്ങനെയാണ്, ഒരു മുസ്ലിമിന് എങ്ങനെയാണ് പലിശ മേടിക്കാൻ കഴിയും, പലിശയുമായി ബന്ധപ്പെടാൻ കഴിയുക? എങ്ങനെ അവന്റെ മനസ്സനുവദിക്കവൻ? ഒരു കബറുണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ, ഒരു പരലോകമുണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു മുസൽമാന് പലിശയുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പലിശയുടെ ഏർപ്പാട് നമ്മൾ അവസാനിപ്പിക്കുക. പടച്ചോനുമായി നമുക്ക് യുദ്ധത്തിന് കഴിയില്ല, അള്ളാഹുമായി യുദ്ധം ചെയ്ത് നമുക്ക് ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുക. പലിശ നശിപ്പിക്കുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിക്കുക തന്നെ ചെയ്യും. ഖുർആൻ സത്യം നമുക്ക് വിശ്വാസമുണ്ടല്ലോ. ഈ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞ കാര്യമാണ്, പലിശയെ ഞാൻ നശിപ്പിക്കും. പലിശ കൊണ്ട് ഒരാളും ഈ ലോകത്തൊന്നും നേടിയിട്ടില്ല, നേടാനായിട്ട് കഴിയില്ല. നേടിയാൽ ഈ ഖുർആൻ തോക്കണ്ടേ? നിങ്ങൾ പലിശ വാങ്ങി നിങ്ങളുടെ കയ്യിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയ ഒന്നിരിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിൽ, അല്ലെങ്കിൽ മക്കളുടെ മക്കളിൽ, നിങ്ങളുടെ തലമുറകളിലായിട്ട് ഇതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി. പലിശ കൊണ്ട് ഒരാൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഈ മക്കൾ വഴിതെറ്റിപ്പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പലിശ തിന്നു എന്നുള്ളതാണ്. പലിശ ചെല്ലുന്നുണ്ട് വയറ്റിലേക്ക്. മക്കൾ വഴിതെറ്റിപ്പോകുന്നത് അങ്ങനെയാണ്. പലിശയുടെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ ഹറാമർന്നു പോകും, ഉറപ്പാണ് കാര്യം. കാരണം ഭക്ഷണത്തിൽ നിന്നല്ലേ ബീജം ഉണ്ടാകുന്നത്, ബീജത്തിൽ നിന്നാണോ മക്കൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു പലിശയുടെ ഒരു രൂപ പോലും നമ്മുടെ വയറ്റിൽ, നമ്മുടെ മക്കളിലേക്ക്, നമ്മളിലേക്ക് ഒരിക്കലും ചെല്ലാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കും. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, മൻ ഹാറബല്ലാഹു വറസൂലഹു, പടച്ചവനോടും അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും ഒരാളോട് യുദ്ധം പ്രഖ്യാപിച്ചാൽ ആ മനുഷ്യൻ ജയിക്കൂല, അവന് ജയിക്കാനൊട്ട് കഴിയുകയില്ല. ദുനിയാവിൽ മാത്രമല്ല, വഅമ്മാഫിൽ ആഖിറതി, പരലോകത്ത് അവൻ ചെല്ലുമ്പോൾ മുഅ്മിനായിട്ട് അവിടെ ചെല്ലാനും കഴിയില്ല. പലിശക്കാരൻ അവന്റെ അന്ത്യം മോശമാകലിനെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഈമാൻ കിട്ടാതെ മരിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പലിശ വാങ്ങുന്ന മനുഷ്യന് അവസാനം ഈമാൻ കിട്ടാതെ മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ ലോകത്ത് മുഅ്മിനായി ജീവിച്ചു, അവസാനം കാഫിറായി ചത്തുപോയ ഈ പള്ളിപ്പറമ്പിൽ അറയ്ക്കൊണ്ടൊരു കാര്യമൊന്നുമില്ല. പുത്തമ്പള്ളിയുടെ ഖബർസ്ഥാനിലുള്ള എല്ലാവരും സ്വർഗത്തിലെത്തിക്കൊള്ളുന്നൊന്നുമില്ല. ഈമാൻ കിട്ടി മരിച്ചവർ മാത്രമേ അവസാനം സ്വർഗത്തിലെത്തുള്ളൂ.
ഒരു പലിശക്കാരന് ദുനിയാവിലെ അപകടം അവന്റെ സമ്പത്ത് നശിപ്പിക്കലാണെങ്കിൽ ആഖിറത്തിലെ അപകടം മുഅ്മിനില്ലാത്തൊരവസ്ഥയിലേക്ക്, ഈമാനില്ലാത്ത അവസ്ഥയിലേക്ക് പരലോകത്ത് എത്തിപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് പലിശക്കാര് ഇടപാടുകൾ അവസാനിപ്പിച്ച് അതിൽ തൗബ ചെയ്യുക. വേറൊരു അത്ഭുതം, ഒരു തെറ്റിന്റെ പേരിൽ ഒരു കൂട്ടം ആളുകളെ ശപിക്കപ്പെട്ടിട്ടുള്ള അപൂർവം തെറ്റുകളിൽ ഒന്നാണ് പലിശ. ഒരു തെറ്റിന്റെ പേരിൽ ഒരു വ്യക്തിയാണ് ശപിക്കുക. പലിശ ഇടപാടിൽ അങ്ങനെയല്ല, ഒരു കൂട്ടം ആളുകളെ ശപിച്ചിട്ടുണ്ട്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബാ വമുകിലഹു വകാതിബഹു വശാഹിദൈഹി. അല്ലാഹുവിന്റെ റസൂല് പലിശ തിന്നുന്നവനെ ശപിച്ചു, തീറ്റിക്കുന്നവനെ ശപിച്ചു, പലിശ എഴുതുന്നവനെ ശപിച്ചു, അതിന്റെ 2 സാക്ഷികളെയും ശപിച്ചു. ഈ 4 കൂട്ടരെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുക. റസൂൽ അവിടുത്തെ നാവുകൊണ്ട് ഒരാളെ ശപിച്ചാൽ എങ്ങനെ അവൻ വിജയിക്കാൻ? 4 കൂട്ടരെ ഒരു തെറ്റിന്റെ പേരിൽ ശപിക്കപ്പെട്ട ഒരേ ഒരു പാപം അല്ലെങ്കിൽ അപൂർവ പാപങ്ങളിൽ ഒന്നാണ് പലിശ എന്ന് പറയുന്നത്. ഇപ്പോ പലിശ കൊടുക്കുന്നവൻ, പലിശ ഇടപാടുകാരൻ മാത്രമല്ല കുറ്റക്കാരൻ. ഒരു പലിശ ഒരാളുടെ അടുത്ത് പലിശ ഒരാൾക്ക് കൊടുക്കേണ്ടി വന്നാൽ നമ്മൾ വൻപാപിയാണ്. വൻപാപം ചെയ്തവനാണ് പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും. പലിശ കൊടുക്കുന്നവനും ഒരേപോലെ കുറ്റക്കാരനാണ്. പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്ന അങ്ങനെ ചില സഹായം ഉണ്ടല്ലോ, ബാങ്കിൽ നമ്മൾ ജാമ്യം നിന്നൊടുക്കുക, കുറ്റക്കാരൻ വൻപാപിയാണ്. ഒരാൾക്ക് വേണ്ടി ബാങ്കിൽ ജാമ്യം നിൽക്കരുത്. പലിശ ഇടപാടിൽ ജാമ്യം നിന്നാൽ പലിശ തിന്നുന്നവനെ പോലെ, തീറ്റിക്കുന്നവനെ പോലെ വൻപാപിയാണ്, റസൂലിനെ ശപിച്ചവനാണ്, ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പലിശയ്ക്ക് ഒരു സഹായം ചെയ്യാൻ പാടില്ല. പലിശ എഴുതുന്നവൻ ബാങ്ക് ജീവനക്കാരൻ, ബാങ്കിൽ ജോലി എന്നൊക്കെ പറഞ്ഞ അഭിമാനമാണ്. ഒരിക്കൽ മൂസാ മൗലാന ഒരാളെ പരിചയപ്പെട്ടപ്പോൾ ജോലി എന്താന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ജോലി ബാങ്കിലാണെന്ന് പറഞ്ഞു. മൗലാന നേരെ അയാളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പാലിൽ മൂത്രമൊഴിച്ച് കുടിക്കണോ? പാലിൽ മൂത്രമൊഴിച്ച് കുടിക്കണമെന്ന് മൗലാന അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു. അങ്ങനെയൊന്നും നേരെ ചോദിക്കാനുള്ള ആലിമ്യങ്ങളില്ല. എത്ര ഗൗരവമാണ് ആ വിഷയം, അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പൊ ബാങ്കുമായി ബന്ധപ്പെട്ട, ബാങ്കിനെ സഹായിക്കുന്ന, ബാങ്ക് ഇടപാടുകളെ സഹായിക്കുന്ന ഒരു പരിപാടിയും ഒരു മുസ്ലിമിന് പറ്റൂല. ഇത്തരത്തിൽ അതിന് സഹായകമായ ആളുകളൊക്കെ ശപിക്കപ്പെട്ടവരാണ്, എല്ലാവരും ശപിക്കപ്പെട്ടവരാണ്. ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പലിശയ്ക്ക് എന്തെങ്കിലും സഹായം ഒരു മനുഷ്യൻ ചെയ്തു കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമാണ് കിട്ടും. കുല്ലുഹും ഫസഖ്, എല്ലാവരും തമ്മാടികളാണ്. പലിശയെ സഹായിക്കുന്ന എല്ലാവരും തമ്മാടികളാണ്, അവരൊക്കെ വൻപാപികളാണ്. ഇത്ര ഗൗരവമാണ് പലിശയുടെ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് പലിശയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അല്ലാഹുവിന്റെ ദീൻ നൽകിയിട്ടില്ല എന്നൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരിക്കൽ റസൂലുള്ളാഹിയുടെ ഒരു പ്രസംഗം സഹാബ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി ഞങ്ങളോട് പ്രസംഗിച്ച് പലിശയുടെ കാര്യം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വരം ഘടിപ്പിച്ചു. പലിശയുടെ ഇടപാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്വരം ഘടിപ്പിച്ചിട്ട് പറഞ്ഞു, ദിർഹമു റിബ, ഒരു ദിർഹമിന്റെ പലിശ എന്ന് പറയുന്നത് അശദ്ദു മിൻ 30 സനിയ, 30 വ്യഭിചാരത്തെക്കാൾ കടുപ്പമാണ്. ഒരു ദിർഹം പലിശ, ഒരു വ്യഭിചാരം എത്ര വലിയ കുറ്റമാണ്? 30 വ്യഭിചാരത്തെക്കാൾ ശക്തമാണ് ഒരു ദിർഹമിന്റെ പലിശ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, പലിശ 73 വിഭാഗമാണ്. പലിശയുടെ ഗ്രേഡ് എന്ന് പറയുന്നത് 73 വിഭാഗം പലിശയുണ്ട്. ഐസറുഹ, അതിൽ ഏറ്റവും ചെറിയ പലിശ എന്ന് പറയുന്നത് ഒരാൾ തന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. വ്യഭിചാരം തന്നെ വലിയ തെറ്റാണ്. സ്വന്തം ഉമ്മയാകുമ്പോൾ എത്ര വലിയ തെറ്റാണ്. അതിന് തുല്യമാണ് 73 പലിശകളിൽ ഏറ്റവും ചെറിയ പലിശ എന്ന് പറയുന്നത്. ഒരു നിലയ്ക്കും പലിശയുമായിട്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ബന്ധപ്പെടാൻ കഴിയില്ല. അത് നമുക്ക് പറഞ്ഞിരിക്കുന്ന പരിപാടിയല്ല. പലിശ ഇടപാടുകാരന് 2 കുഴപ്പമുണ്ട്. ഒന്ന്, അവന്റെ സദഖ അല്ലാഹു സ്വീകരിക്കില്ല. പലിശക്കാരന്റെ സദഖ അല്ലാഹു സ്വീകരിക്കില്ല. ഇന്ന് പലിശക്കാർ മുഴുവനും പള്ളിക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. പള്ളിക്ക് കൊടുത്തിട്ട് ഈ ബ്ലാക്ക് മണിയെ വൈറ്റ് മണി ആക്കണം, നടക്കൂല. പലിശക്കാരന്റെ സദഖ പടച്ചോൻ സ്വീകരിക്കൂല, അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. കാരണം അവന്റെ ഭക്ഷണം, അവന്റെ വസ്ത്രം, അവന്റെ ശരീരം, അവന്റെ രക്തം, അവന്റെ മജ്ജ, അവന്റെ മാംസം, ഇതെല്ലാം പലിശയാണ്. അതുകൊണ്ട് ഇസ്ലാമിക ഖിലാഫത്തുള്ള ഒരു രാജ്യത്ത് ഒരാൾ പലിശ ഇടപാട് നടത്തുന്ന കണ്ടാൽ ഹാക്കിം അത് തടയണം, നിരോധിക്കണം. പിന്നെയും തുടർന്നാൽ അയാളെ പിടിച്ച് ജയിലിലിടണം. ഒരു പലിശക്കാരനും ഇസ്ലാമിക ഖിലാഫത്തിൽ വളരാൻ ഇസ്ലാമിക ഖിലാഫത്ത് അനുമതി കൊടുക്കൂല. ഒന്നിക്കൽ അവൻ വെളിയിലാണെങ്കിൽ അത് നിർത്തണം, അല്ലെങ്കിൽ അവൻ അകത്ത് ജയിലിലിടണം. പലിശയെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല.
അതിനെ ഈ രീതിയിൽ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യും. ഇനി പലിശ എങ്ങനെയൊക്കെയാണ് വരിക? പലിശയുടെ പുകയെങ്കിലും അടിക്കാത്തൊരു കാലം വരില്ല എന്ന് റസൂലുള്ളാഹി പറയുന്നത്. നേർക്കുനേരെ തിന്നില്ലെങ്കിൽ പോലും പലിശയുടെ പുകയടിക്കാതെ ജീവിക്കാൻ കഴിയാത്തൊരു കാലം വരും. സത്യത്തിൽ നിന്ന് ആലോചിച്ച് നോക്കും. ഇന്ന് പലിശ നേർക്കുനേരെ തിന്നില്ലെങ്കിൽ പോലും അതിന്റെ പുകയടിക്കാതെ ജീവിക്കാൻ കഴിയില്ല. ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ ജീവിക്കുക എന്നുള്ള വളരെ പ്രയാസകരമായ ലോകത്താണ്. ബാങ്ക് അക്കൗണ്ടിൽ നിർബന്ധമായി പലിശ ഉണ്ടാകും. ഈ പലിശ വേണ്ട നമ്മൾ എഴുതി കൊടുത്താലും നമ്മുടെ എമൗണ്ടിന് ഒരു പലിശയുണ്ട്. ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആ പലിശ എങ്ങനെ ഉപയോഗപ്പെടുത്താം? ഞാൻ അതിലേക്ക് വരാം. ഇന്നത്തെ ലോകം പലിശാധിഷ്ഠിതമായ ഒരു ലോകമാണ്. അത് സാമ്രാജ്യങ്ങൾ മുതൽ ചെറിയ വ്യക്തികൾ വരെ പലിശാധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥയിലാണ് വിശ്വസിക്കുന്നതും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അമേരിക്ക 3-ാം ലോക രാജ്യങ്ങളെ സഹായിക്കുന്ന രാജ്യമാണ് അമേരിക്ക. എങ്ങനെയാണ് സഹായിക്കുക? അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിൽ അറബികളുടെ കണക്കില്ലാത്ത പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫലസ്തീൻ പ്രശ്നത്തിലൊക്കെ ശരിക്കും ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ബാങ്കുകളിലുള്ള അറബികളുടെ പണം പിൻവലിച്ചാൽ മതി. അതുമതി. കോടിക്കണക്കായ കണക്കില്ലാത്ത പണമാണ് അമേരിക്ക നിയന്ത്രിത ബാങ്കുകളിൽ അറബികൾ ഇട്ടിരിക്കുന്നത്. ഈ പണത്തിന്റെ പലിശ കൊണ്ടാണ് 3-ാം ലോക രാജ്യങ്ങളെ അമേരിക്ക സഹായിക്കുന്നത്. അതാണ് അവർക്ക് വായ്പ കൊടുക്കുന്നത്. എന്നിട്ട് അവരെ സഹായിച്ചു എന്ന് വരുത്തി തീർക്കും. അമേരിക്ക പലിശ കൊണ്ട് ഒരു തടിച്ചു കൊടുക്കും. 3-ാം ലോക രാജ്യങ്ങൾ ഈ പലിശ അടയ്ക്കാൻ വേണ്ടി അവരുടെ നിക്ഷേപ സ്വർണങ്ങൾ വിൽക്കും, അല്ലെങ്കിൽ പണയം വയ്ക്കും. ഇതാണ് ലോകം നിയന്ത്രിക്കുന്ന പലിശാധിഷ്ഠിത സംവിധാനം. ഞാനൊരു കാര്യം കൂടി പറയാം. പലിശ മുസ്ലിങ്ങൾക്ക് മാത്രമാണോ ഹറാമായത്? അല്ലല്ലോ. പലിശ ക്രിസ്ത്യാനിക്കും ഹറാമാണ്. ജൂതന് പലിശയാണ് പഥ്യം, ക്രിസ്ത്യാനിക്ക് പലിശ ഹറാമാണ്. എന്നാണ് കേരളത്തിലെ ക്രൈസ്തവർക്ക് പലിശ ഹലാലായെന്നറിയുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിന് വേണ്ടി കേരളത്തിലേക്ക് വന്നു, ഇന്ത്യയിലേക്ക് വന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവിടെ നിന്ന് പണം അവരുടെ നാട്ടിലേക്ക് അയക്കണം. അതിന് ബാങ്കിങ് സമ്പ്രദായം വേണം. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സഭ കത്തോലിക്ക സഭയാണ്, മലങ്കര കത്തോലിക്ക സഭയാണ്. ഒരു സഭ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. വ്യത്യസ്തങ്ങളായ സഭകളില്ല. ഈ സഭയുടെ അധ്യക്ഷൻ ബാവ, അദ്ദേഹത്തെ ജൂത സമൂഹം സിയോൺ ഹൗസുകൾ എന്ന പേരിൽ ലോകത്ത് പല സ്ഥലങ്ങളിലും കേന്ദ്രങ്ങൾ പണിതു. കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. ജൂതന്മാർ പണിത സിയോൺ ഹൗസുകളിൽ ബൈബിള് വായിക്കുകയും ബൈബിൾ കേൾക്കാൻ വേണ്ടി ക്രൈസ്തവ സമൂഹം സിയോൺ ഹൗസുകളിൽ കയറുകയും അങ്ങനെ ജൂതരും ക്രൈസ്തവരുമായി ഒരു അവിഹിതമായ ബന്ധമുണ്ടായി തീരുകയും അങ്ങനെ ജൂതർക്ക് ക്രൈസ്തവരെ പറ്റിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നുഴഞ്ഞു കയറിയ ജൂത സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ കമ്പനി തലവനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് കേരളത്തിലെ ക്രൈസ്തവ സഭയിൽ നിന്നും ക്രൈസ്തവ സഭയ്ക്ക് ഒരു സംഭാവന നമുക്ക് കൊടുക്കണം. പലിശയിലേക്ക് ക്രൈസ്തവർ കടന്നു പോകുന്ന രീതി ഞാൻ പറയുന്നത്. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാനേജർ കത്തോലിക്ക മലങ്കര സഭയുടെ പരമാധ്യക്ഷനായ ബാവയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലെ ക്രൈസ്തവർക്ക് വേണ്ടി, ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി ഒരു സംഭാവന തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ കത്തോലിക്ക ബാവ പറഞ്ഞു, ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾ സംഭാവനകൾ സ്വീകരിക്കാറില്ല, ഞങ്ങളുടെ സഭയ്ക്ക് നാണക്കേടാണ്, ഞങ്ങൾക്ക് ആവശ്യത്തിന് പണം വിശ്വാസി സമൂഹം തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി. പക്ഷേ ഇവർ വിട്ടില്ല. വീണ്ടും സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൈകൊണ്ട് ഞങ്ങളുടെ സംഭാവന വാങ്ങണ്ട, ഞങ്ങൾ ആലപ്പുഴയിലുള്ള ഇമ്പീരിയൽ ബാങ്കിൽ ഈ പണം നിക്ഷേപിക്കും. ആലപ്പുഴ ഒരു ഇമ്പീരിയൽ ബാങ്ക് ഉണ്ടായിരുന്നു അക്കാലത്ത്. ബാങ്കിൽ ഞങ്ങൾ പണം നിക്ഷേപിക്കാം, നിങ്ങൾക്ക് അതിന്റെ ലാഭവീതം കിട്ടും, അത് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. അന്നത്തെ ഈ മലങ്കര സഭയുടെ ബാവയ്ക്ക് പണമിടപാടിനെ കുറിച്ച് വേണ്ടത്ര ധാരണ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവസാനം സമ്മതിക്കേണ്ടി വന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇമ്പീരിയൽ ബാങ്കിൽ കൊണ്ടുപോയി 3000 പൂവരഹൻ എന്ന് പറയുന്ന വലിയൊരു സംഖ്യ കേരളത്തിലെ ഈ സഭയ്ക്ക് വേണ്ടി ബാങ്കിൽ നിക്ഷേപിച്ചു. ഒരു വർഷമായപ്പോൾ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു പലിശ കൈപ്പറ്റാൻ വേണ്ടി. അപ്പോഴാണ് ബാവയ്ക്ക് മനസ്സിലായത് നമ്മൾ വഞ്ചിക്കപ്പെട്ടു, പലിശയിലേക്ക് നമ്മളെ ബോധപൂർവം ഇവർ കൊണ്ടുപോവുകയായിരുന്നു എന്ന് ബാവയ്ക്ക് ബോധ്യപ്പെട്ടു. പിന്നെ ആരെയും പലിശ സ്വീകരിക്കണമെന്ന വിഷയത്തിൽ സഭയിൽ തർക്കമുണ്ടായി. സഭ 2 4 ഇന്ന് എത്ര സഭയുണ്ടെന്ന് നമുക്കൊരു അറിയില്ല. വട്ടിപ്പണ പലിശ കേസ് എന്നാണ് അതിന്റെ പേര്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ മലങ്കര സഭയിൽ ഭിന്നിപ്പുണ്ടാകുന്നത്. ഇമ്പീരിയൽ ബാങ്കിൽ നിന്നും പലിശ ആര് വാങ്ങണം എന്ന വിഷയത്തിലുള്ള തർക്കമാണ് സഭയുടെ ഭിന്നിപ്പിനുള്ളത്. അപ്പൊ ക്രൈസ്തവരെ എങ്ങനെയാണ് ജൂതന്മാർ ആസൂത്രിതമായി ഈ പലിശ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്.
അതുകൊണ്ട് പലിശ എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് മാത്രം നിഷിദ്ധമായ ഒന്നായിരുന്നില്ല, ക്രൈസ്തവ സമൂഹത്തിനും പലിശ നിഷിദ്ധമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇനി ഞാൻ പറയുന്നത് പലിശ ഇത്രയും ഗൗരവമുള്ളൊരു വിഷയമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മളിൽ പലരും നടത്തുന്ന ചില ഇടപാടുകൾ ഇത്തരത്തിലുള്ള പലിശകളിലേക്ക് പോകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് പലിശപ്പെട്ടു പോകുന്നുണ്ട്. പല കച്ചവടങ്ങളും പലിശയിലാണ്, പല കച്ചവടങ്ങളും പലിശാധിഷ്ഠിതമാണ്, നേർക്ക് നേരെ അല്ലെങ്കിൽ പോലും. നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ ചില ഇടപാടുകൾ പലിശാധിഷ്ഠിതമാണ്. പണയം വയ്ക്കുക എന്നുള്ള പലിശയാണ്, ആർക്കാണ് അറിയാത്തത്? നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഗോൾഡ് പണയം വയ്ക്കുക, അല്ലെങ്കിൽ ഭൂമി പണയപ്പെടുത്തുക, നിർബന്ധിതമായ ആവശ്യങ്ങൾ പോലുമല്ല, അത് പലിശയാണ്. ഇതേ ഗൗരവം പണയം വെക്കുന്നതിനുണ്ട്, ഒരു വിട്ടുവീഴ്ചയും പണയം വെക്കുന്നതിലില്ല. അതേപോലെ നമ്മളിപ്പോ കറണ്ട് ബില്ല് അടയ്ക്കാൻ താമസിച്ചാൽ അതിന് പലിശ വരും. ഫൈൻ എന്ന പേര് സംഭവം പലിശയാണ്. നമ്മൾ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട് കറണ്ട് ബില്ല് കറക്റ്റ് ഡേറ്റിൽ അടയ്ക്കാൻ വേണ്ടി? കൃത്യമായ നിസ്കാരമുള്ള ആളുകളും വിഭാഗത്തിലുള്ള ആളുകൾ പോലും കറണ്ട് ബില്ല് അടയ്ക്കുമ്പോൾ അവിടെ ഫൈൻ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. പൈസയ്ക്ക് പൈസ കൊണ്ട് ഫൈൻ അടപ്പിക്കുന്ന പരിപാടികൾ ഹറാമാണ്, ചെയ്യാൻ പാടില്ല. പൈസയ്ക്ക് പൈസ കൊണ്ടൊരു ഫൈൻ ഇല്ല. കറണ്ട് ബില്ല് കൃത്യമായിട്ട് അടച്ചാൽ പലിശ ഒഴിവാകാലോ. കറണ്ടിന് ഒരു ഡിപ്പോസിറ്റ് തുകയുണ്ട്. കറണ്ട് കിട്ടണമെങ്കിൽ കണക്ഷൻ കിട്ടാൻ ഡിപ്പോസിറ്റ് തുകയുണ്ട്. ആ ഡിപ്പോസിറ്റ് തുകയ്ക്ക് KCB നമുക്ക് പലിശ തരുന്നുണ്ട്. പലിശ തരുന്നുണ്ട്. ആ പലിശ നമ്മുടെ കറണ്ട് ചാർജിൽ കുറയ്ക്കുകയാണ് ചെയ്യുക. നമ്മൾ എത്ര പേര് ആ കുറയ്ക്കുന്ന സംഖ്യ പലിശയാണെന്ന് മനസ്സിലാക്കി അതെടുത്ത് മാറ്റാറുണ്ട്? എത്രയോ വർഷമായി നമ്മളതിനെ കറണ്ട് നമ്മുടെ ഡിപ്പോസിറ്റിന്റെ പലിശ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയല്ലേ, ആനുകൂല്യം കൈപ്പറ്റുകയല്ലേ ചെയ്യുന്നത്. കരമടയ്ക്കാൻ താമസിച്ചാൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കരമടയ്ക്കാൻ താമസിച്ചാൽ അതിന് ഫൈൻ വരുന്നുണ്ട്. ആ ഫൈൻ പലിശയാണ്. അവർ പറയുന്ന ഡേറ്റിന് അടച്ചില്ലെങ്കിൽ പലിശ വരും. അപ്പൊ കൃത്യമായി നമ്മൾ ആ ഡേറ്റിൽ കരമടച്ചാൽ നമ്മൾ ആ പലിശയിൽ നിന്നുള്ളവാകാൻ നമുക്ക് കഴിയും. അതേപോലെ നമ്മുടെ ചില കച്ചവടങ്ങൾ ഇപ്പോൾ സാധാരണ സാർവത്രികമായി കാണുന്ന ഒരു ഏർപ്പാടാണ്. എന്റെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇരാറ്റുപേട്ടയിൽ ഒരു ബിസിനസ്സുകാരനെ കൊണ്ട് ഏൽപ്പിക്കും. എന്നിട്ട് പറയും എനിക്ക് മാസാമാസം എത്ര കിട്ടിയാൽ മതി, 5000 രൂപ മാസാമാസം എനിക്ക് തന്നാൽ മതി, ഞാൻ ആവശ്യപ്പെടുമ്പോൾ 2 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരും വേണം, നഷ്ടമൊന്നും എനിക്കറിയണ്ട, ലാഭം എനിക്ക് 5000 രൂപ വെച്ച് മാസാമാസം കിട്ടിയാൽ മതി. എത്ര പേരുണ്ട് ഇങ്ങനെ ഇടപാട് നടത്തുന്ന ആൾക്കാർ? കൃത്യമായി പലിശയില്ല. അങ്ങനെ ഒരു ഇടപാട് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ? പലിശ 4 തരമുണ്ട്. റിബൽ ഖർള്, റിബൽ നിസാഅ്, റിബൽ യദ്, റിബൽ ഫദ്ല്. 4 തരം പലിശയുണ്ട്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? റിബൽ ഖർള് മാത്രമാണ് നമുക്ക് പരിചയമുള്ളത്. റിബൽ ഖർള് എന്ന് പറഞ്ഞാൽ കടപ്പലിശ. കടപ്പലിശ എന്ന് പറഞ്ഞാൽ നമ്മൾ കടം കൊടുക്കുന്നു, അതിന് പലിശ വാങ്ങുന്നു. ഇതാണ് റിബൽ ഖർള്. 1 ലക്ഷം കൊടുത്തിട്ട് 1,10,000 വാങ്ങുന്നതാണ് റിബൽ ഖർള് എന്ന് പറയുന്നത്. അത് പലിശയാണ്. അത് ഗൗരവമായ ഒരു പലിശയാണ്. എല്ലാം പോലെ തന്നെ ഗൗരവമായ ഒരു പലിശയാണ്. കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ. ഞാൻ ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ എനിക്ക് കിട്ടണമെന്ന് ഞാൻ നിബന്ധന വെക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും പലിശയാണ്. പൈസ തന്നെ ആകണമെന്നില്ല. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട് നിനക്ക് താമസിക്കാൻ തരാം, പക്ഷേ എനിക്ക് 1 ലക്ഷം രൂപ കടം തരണം, പലിശയാണ്. എന്റെ വാഹനം നിനക്ക് ഓടിക്കാൻ തരാം, ഒരു മാസത്തേക്ക് 50,000 രൂപ എനിക്ക് വായ്പ തരണം, പലിശയാണ്. പണയം എന്ന് പറയുന്ന ഏർപ്പാട് വാഹനത്തിലാകട്ടെ, വീട്ടിലാകട്ടെ, ഏതിലും ആകട്ടെ, എന്റെ റാഡോ വാച്ച് നിനക്ക് കെട്ടാൻ തരാം, എനിക്ക് നിന്റെ വീട്ടിൽ ഒരു ദിവസം താമസിക്കാൻ സൗകര്യം തരണം, പലിശയാണ്. പൈസയായി തന്നെ കിട്ടണമെന്നില്ല. കടം കൊടുക്കുന്നതിന്റെ, എന്ത് കടം കൊടുത്താലും കടം കൊടുക്കുന്നതിന്റെ പേരിൽ കൈപ്പറ്റുന്ന, അനുഭവിക്കുന്ന എല്ലാതരം ആനുകൂല്യങ്ങളും പലിശയാണ്. ഇത് റിബൽ ഖർളാണ്, കടപ്പലിശ എന്ന് പറയും. ഈ കടപ്പലിശ, ഞാൻ ഒരാൾക്ക് 1 ലക്ഷം രൂപ കൊടുത്തു, പലിശക്ക് കൊടുത്തു. തരാൻ നേരത്തെ അയാളോട് പറഞ്ഞു പലിശ തന്നെ മുതല് തന്നാൽ മതി എന്ന് പറഞ്ഞാലും ഞാൻ കുറ്റക്കാരനാണ്. എന്നാലും ഞാൻ വൻഭാവിയാണ്. ആ ഇടപാട് പലിശയാണ്. പലിശ ഞാൻ വാങ്ങിച്ചില്ല എന്നതുകൊണ്ട് ഞാൻ പലിശയിൽ തൊഴിലാവൂല. ഇനി നിങ്ങൾ അത്ഭുതപ്പെടുന്ന ഒരു വാർത്ത ഞാൻ പറയാം. 1 ലക്ഷം രൂപ ഞാൻ ഒരാൾക്ക് പലിശയ്ക്ക് കൊടുത്തു. ഒരു മാസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നീ 1 ലക്ഷവും തരണ്ട, അതിന്റെ പലിശയും തരണ്ട, 1 ലക്ഷവും എനിക്ക് തരണ്ട, നീ എടുത്തോന്ന് പറഞ്ഞാലും ഞാൻ വൻഭാവിയാണ്. കാരണം ഞാൻ ഒരു ഇടപാട് നടത്തി, പലിശ ഇടപാട് നടത്തി. ഞാൻ നടത്തിയ ഇടപാട് പലിശയാണ്. അവർ 1 ലക്ഷം വെറുതെ കൊടുത്തു എന്നതുകൊണ്ട് പലിശ ഇടപാടിൽ നിന്നും ഞാൻ ഒഴിവാകൂല, ഞാൻ വൻഭാവി അല്ലാതിരിക്കില്ല. ആ ഇടപാടാണ് പലിശ. പിന്നെ അവരുടെ പൈസ മൂലധനം പോലും അവന് പൊരുത്തപ്പെട്ടു കൊടുത്താലും പലിശ എന്ന വൻഭാവത്തിൽ നിന്നും ഒഴിവാകൂല. അതാണ് റിബൽ ഖർള് എന്ന് പറയുന്നത്. പിന്നെ റിബൽ നിസാഅ്, റിബൽ ഫദ്ല്, റിബൽ യദ് എന്നൊക്കെ പറയുന്ന വേറെ ചില ഏർപ്പാടുകളുണ്ട്. അതായത്
പലിശ വരുന്ന രണ്ട് ഭക്ഷണ സാധനങ്ങളും നാണയങ്ങളുമാണ് പലിശ വരുന്ന രണ്ട് സാധനങ്ങൾ. ഇതിനകത്ത് കച്ചവടം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ ജ്വല്ലറിയിലേക്ക് ഒരു ഏർപ്പാടുണ്ട്. മകളുടെ കല്യാണം 2 മാസം കഴിഞ്ഞാണ്. ഇപ്പൊ കൊണ്ടുപോയി ജ്വല്ലറി പൈസ കൊടുത്തു കഴിഞ്ഞാൽ ജ്വല്ലറി എന്ത് ചെയ്യും? നമ്മുടെ പൈസ സ്വീകരിച്ചതായിട്ട് അവരോട് ഇത് തരികയും ഇന്നത്തെ സ്വർണ്ണവില രേഖപ്പെടുത്തുകയും ചെയ്യും. ഈ സ്വർണത്തിന് എത്ര വില കൂടിയാലും നമുക്ക് ഈ വിലക്ക് സ്വർണം തരും, നമുക്ക് നഷ്ടം വരില്ല. വില കൂടിയാൽ കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. ഇത്തരം പരിപാടികൾ പലിശ വരുന്ന ഏർപ്പാടുകളാണ്. കാരണം പലിശ വരുന്ന സാധനം എന്ന് പറയുന്ന ഭക്ഷണ സാധനവും നാണയങ്ങളുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ പരസ്പരം നിങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഏറ്റവ്യത്യാസം വരാൻ പാടില്ല. സ്വർണത്തിന് പകരം സ്വർണം വാങ്ങുമ്പോൾ തുല്യമായിട്ടേ കച്ചവടം പാടുള്ളൂ. കൂടുകയോ കുറയുകയോ ചെയ്താൽ പലിശയാണ്. ആര് ശ്രദ്ധിക്കുന്നു? ജ്വല്ലറി കൊണ്ടുപോയി 7 ഗ്രാം 6 ഗ്രാം പഴയ സ്വർണം കൊടുത്താലേ 8 ഗ്രാം പുതിയ സ്വർണം തരൂ. 8 ഗ്രാം വെള്ളി പഴയ സ്വർണം കൊടുത്താൽ 8 ഗ്രാം പുതിയ സ്വർണം തരൂല. തന്നില്ലെങ്കിൽ അത് പലിശയാണ്. ആര് ശ്രദ്ധിക്കുന്നു? സ്വർണത്തിന് പകരം സ്വർണം വിൽക്കുമ്പോൾ തുല്യമായിരിക്കണം. പഴയ സ്വർണ്ണാണെങ്കിലും പുതിയ സ്വർണ്ണാണെങ്കിലും പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുമ്പോൾ തുല്യമായിരിക്കണം. ഗ്രാമിൽ വ്യത്യാസം വന്നാൽ അത് പലിശയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പഴയ സ്വർണം വിൽക്കണം. ജ്വല്ലറിക്കാരന് വിറ്റിട്ട് ബില്ലെഴുതിയാൽ പോലും പോലെ അതിന്റെ പൈസ കയ്യിൽ വാങ്ങണം. പഴയ സ്വർണത്തിന്റെ പൈസ കയ്യിൽ വാങ്ങിയിട്ട് ആ പൈസ കൊണ്ട് പുതിയ സ്വർണം വാങ്ങണം. അപ്പോഴേ പലിശ എന്നുള്ളതാകുള്ളൂ. ഒരുപാട് ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുപോലെ ഈ ഇൻസ്റ്റാൾമെന്റ് കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻസ്റ്റാൾമെന്റ് കച്ചവടം എന്നുള്ളത് കൃത്യം വില നിശ്ചയിക്കണം, കൃത്യമായ അവധി നിശ്ചയിക്കണം, ഇല്ലെങ്കിൽ പലിശ വരും. ഇപ്പോ ഈ മൊബൈലിന് 5000 രൂപയ്ക്ക് ഞാൻ ഈ മൊബൈൽ വിൽക്കുകയാണ്. 10 മാസം 500 രൂപ വീതം തരണം. കുഴപ്പമില്ല. മാസം തരേണ്ട തുക മൊത്തം നിന്റെ വില നിശ്ചയിക്കണം, തരേണ്ട അവധി നിശ്ചയിക്കണം, വിൽക്കാം. ഈ മൊബൈലിന് മാർക്കറ്റിൽ 10000 രൂപ വില ഉണ്ടെങ്കിലും 2000 രൂപ വില ഉള്ളെങ്കിലും ശരി, എനിക്ക് 5000 രൂപയ്ക്ക് മൊബൈൽ വിൽക്കാം. 2 കാര്യം ശ്രദ്ധിക്കണം. വില കൃത്യമായിരിക്കണം. രൊക്കമാണെങ്കിൽ ഇത്ര, കടമാണെങ്കിൽ ഇത്ര. ആ പരിപാടി ഇൻസ്റ്റാൾമെന്റിൽ പറ്റില്ല, പലിശ വരും. ഇനി വില നിശ്ചയിച്ചാൽ വില കൂട്ടാനും പറ്റില്ല, കുറയാനും പറ്റില്ല. 10 മാസം കൊണ്ട് 500 രൂപ ഇത് തന്നാൽ ഈ മൊബൈൽ വിൽക്കാമെന്ന് പറഞ്ഞാൽ 10 മാസം കൊണ്ട് കൊടുക്കുക, 5000 രൂപ വില നിശ്ചയിക്കുക. ഞാൻ നേരത്തെ കൊടുത്തതുകൊണ്ട് എന്റെ വിലയിൽ കുറയ്ക്കാനും പാടില്ല, ഞാൻ താമസിച്ചതുകൊണ്ട് എന്റെ വിലയിൽ കൂട്ടാനും പാടില്ല. അങ്ങനെ ചെയ്യുന്ന ഇൻസ്റ്റാൾമെന്റ് കച്ചവടം പലിശയാണ്. ഇങ്ങനെ പലിശ വരുന്ന ധാരാളം ഏർപ്പാടുകൾ നമുക്കിടയിലുണ്ട്. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും വളരെ കൃത്യമായി നമ്മൾ കാര്യങ്ങൾ സൂക്ഷിച്ചു വേണം കച്ചവടത്തിൽ. കച്ചവടം എന്ന് പറയുന്ന 2 രീതിയിലുണ്ട്. ചെറുക്കത്ത് പങ്കുകച്ചവടം. പങ്കുകച്ചവടം എന്ന് പറയുന്നത് ഞാനും ഒരാളും കൂടി ഷെയർ ആയിട്ട് ബിസിനസ് നടത്താണ്. വേറൊന്നുണ്ട് കൂറ് കച്ചവടം, ലാഭക്കൂറ് കച്ചവടം എന്ന് പറയാം. ലാഭക്കൂറ് കച്ചവടത്തിൽ ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 2 ലക്ഷം കൊണ്ടുപോയി ഒരാൾക്ക് കൊടുക്കുകയാണ്. ഞാൻ സൈലന്റ് പാർട്ണറാണ്, ഞാൻ കച്ചവടം ചെയ്യുന്നില്ല, അയാൾ കച്ചവടം ചെയ്യാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ അയാൾക്ക് കൃത്യമായ ശതമാനം നിശ്ചയിക്കണം. ശമ്പളമല്ല, ശതമാനം നിശ്ചയിക്കണം. കിട്ടുന്ന ലാഭത്തിന്റെ 40% നിനക്ക്, 60% എനിക്ക്. കുഴപ്പമില്ല, അങ്ങനെ കച്ചവടം ചെയ്യാം. അല്ലാതെ എന്താണെങ്കിലും എനിക്ക് 5000 രൂപ അല്ലെങ്കിൽ 40000 രൂപ അങ്ങനെ കൃത്യമായി തുക നിശ്ചയിക്കാൻ പാടില്ല. ശതമാന കണക്കിന് ലാഭക്കൂറ് കച്ചവടം ചെയ്യാൻ പാടില്ല. അങ്ങനെ അതിലേക്ക് കടന്നാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അത്യാവശ്യ കാര്യം ചോദിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഗ്രഹിക്കുമാറാകട്ടെ. അറിയില്ലാത്ത കാര്യങ്ങൾ ആലിമീങ്ങളോട് ചോദിച്ച് ഒരു ഇടപാട് നടത്തുമ്പോൾ സംശയരഹിതമായി നമ്മൾ തെറ്റല്ലാതെ ഉറപ്പുവരുത്തിയിട്ട് ഒരു ഇടപാടിലേക്ക് നീങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടുകയും വലിയ പലിശയുടെ ശിക്ഷയ്ക്ക് നമ്മൾ ബാധ്യതരാകുകയും ചെയ്യും. പടച്ചോക്കാത്ത രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഇടപാടുകളേക്ക് ഹലാലാക്കി നല്ല നിലയ്ക്ക് നമ്മൾ ആക്കി തരുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്